ഈ വീട്ടിലെ ഏത് വിഷയം സംസാരിച്ചാലും അതിനിടയ്ക്ക് കുത്തിത്തിരിപ്പ് കൊണ്ടുവരുന്നത് നിങ്ങളാ. നിങ്ങളുടെ സംശയങ്ങൾ മാറ്റാനല്ല ഞാൻ ഇവിടെ ഉള്ളത്. ഞാൻ രാജകുടുംബത്തിലെയാണോ അനാഥയാണോ അല്ലേന്നൊക്കെ എന്റെ ഭർത്താവിന് നല്ല ബോധ്യമുണ്ട്. ഇനി വേറെ ആർക്കെങ്കിലും ബോധ്യമാവാനുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ചുമതല എനിക്ക് ഏതായാലും ഇല്ല. അതൊക്കെ അവരവരുടെ സൗകര്യം, അതൊക്കെ മനസ്സിൽ തന്നെ. ഇടയ്ക്കിടയ്ക്ക് അതെന്നോട് പറയണമെന്നില്ല. ഇന്നാളെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആഹാരം കഴിക്കുമ്പോ എന്നെ ശ്രദ്ധിച്ചു നിൽക്കണമെന്ന്. എന്റെ കാര്യങ്ങളും ഇവിടെ ഉള്ളവരുടെ കാര്യങ്ങളും നോക്കാനാ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതല്ല ഇവിടെ ഉള്ളവരുടെ പ്രകടനങ്ങൾ കാണാനാണ് നിൽക്കുന്നതെങ്കിൽ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. അല്പമൂല്യമുള്ള വഴക്കുകളും ബഹളങ്ങളും ഈ വീട്ടിലുണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല. ഇതൊരു വീടാ, മനുഷ്യര് താമസിക്കുന്ന സ്ഥലം, അല്ലാതെ ചന്തയല്ല. ആദ്യം അവരവരുടെ പെരുമാറ്റങ്ങളും അവരവരുടെ സംസാരങ്ങളും നിയന്ത്രിക്ക്. അത് കഴിഞ്ഞു നോക്കാം എന്റെ മനോഭാവം മാറ്റുന്ന കാര്യം. എന്തായാലും രാജകുമാരി മരുമോള് കുടുംബമേ അവിയല് പരുവത്തിലാക്കി. എടി പെണ്ണേ, നീ ആ രാജകുമാരി പെണ്ണിന് വല്ല വിഷവും കലക്കി കൊടുക്ക്. അവള് കാരണമാ നീ കണ്ട അടിയൊക്കെ വാങ്ങിച്ചു കൂടുന്നേ. അതുള്ള കാര്യം. അർജുന്റെ ഭാര്യയുടെ സ്വഭാവം ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഈ കൊച്ചുടനെ അടികൊണ്ട് ചാവും. ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഞാൻ കരുതി കെട്ടിപ്പറക്കി പോയി കാണുന്നു. അങ്ങനെ പോവേണ്ടതാ, പൈസയുടെ ഇടപാടുള്ളത് കൊണ്ടാ പോവാത്തത്.